അൽ ഇഖ്ലാസ്. പിന്നെ വേണ്ടത് ഏറ്റവും വലുത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടിയായിരിക്കാൻ. അതാണ് ഇപ്പോൾ കിട്ടാത്ത സംഗതി. അതാണ് ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടിയാവുക എന്നത്. നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെയും ദീനിന്റെ വിഷയങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം. അങ്ങനെയാണ്. അത് നമുക്ക് ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിന് വേണ്ടി. ഇതുകൊണ്ട് ഒരു മഈശത്തോ ഇതുകൊണ്ട് മറ്റെന്തെങ്കിലുമോ ജനങ്ങളുടെ കയ്യടി ഇതൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന്, അതിൽ അള്ളാഹു കൂലി തരട്ടെ എന്ന ഒരു ചിന്തയിൽ, പ്രാർത്ഥനയിൽ നമ്മൾ ജീവിക്കുക. അള്ളാഹു തആല നമ്മുടെ ദഅവത്തൊക്കെ ആ രീതിയിലാക്കി തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഒരുപാട് ആളുകൾ ഈ ദീനിന്റെ ദഅവത്ത് സ്വന്തം ചുമലുകളിലേറ്റി അവര് ദഅവത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ. ആഫ്രിക്കയിലെ വിജനമായ ഒരു സ്ഥലത്ത് അവിടെ ഒരു പ്രബോധകൻ ചെന്നു. വളരെ വിജനമായ സ്ഥലം. അവിടെ ആഫ്രിക്കൻ അഭയാർത്ഥികളുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ട് വഴിയില്ല. മരുഭൂമിയിലൂടെ 4 വീൽ ഡ്രൈവ് ചെയ്തിട്ട് പോകണം. ഇദ്ദേഹമാണെങ്കിൽ ഒരു അറബ് രാജ്യത്ത് നിന്ന് പോകുന്നൊരു പണ്ഡിതനാണ്. അദ്ദേഹം ആഫ്രിക്കയിലെത്തി വിജനമായ മരുഭൂമിയിലൂടെ നടന്ന് ഒരു ഗ്രാമം എത്തണമെങ്കിൽ അതിന്റെ ഇടക്ക് കൊള്ളക്കാരുണ്ട്. അവരെ കതിച്ച് ഇപ്പോഴും ചില ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. വളരെ വളരെ പരിതാപകരമാണ്. ഇലക്ട്രിക് ഫെൻസുകളില്ലാതെ ഉറങ്ങാൻ പറ്റൂല. നമ്മുടെ പാണക്കാട് സയ്യിദന്മാരിലെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട തങ്ങളവരുകൾ അവിടെ പോയൊരു കഥ പറഞ്ഞു. ഞാൻ ചോദിച്ചു തങ്ങളെ, അത് വളരെ ക്രൈം ക്യാപിറ്റൽ എന്നല്ലേ അറിയപ്പെടുന്നത് ജോഹന്നസ്ബർഗ്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് താമസിച്ചത്? പറഞ്ഞു, ഞങ്ങൾക്ക് താമസം ഉണ്ടായി, പക്ഷേ ചുറ്റും ഇലക്ട്രിക് ഫെൻസ് ആയിരുന്നു. രാത്രി ഉറങ്ങുമ്പോഴേ കറണ്ടിന്റെ വേലിയിൽ കറണ്ട് പിടിപ്പിച്ചിരിക്കുക, ഒരാൾ അടുക്കാതിരിക്കാൻ, അങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ എത്ര നിർഭയത്വത്തിലാണ് നമ്മളൊന്നും അറിയുന്നത്. വലിയ ഞാമത്തിലാണ്, വലിയ ഞാമത്ത്. നമുക്കൊണ്ട് പേടിയില്ലാതെ വരാൻ പറ്റുന്നില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോ വഴിയിൽ കൊള്ളക്കാരെ അതിജീവിച്ചിട്ട് വേണം അങ്ങോട്ട് എത്താൻ. പോകുന്നത് അഭയാർത്ഥികളായി വന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാണ്. അങ്ങനെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് ഒരുപാട് മരുഭൂമിയിലെ ദാഹവും വിശപ്പൊക്കെ സഹിച്ച് ഈ അഭയാർത്ഥികളുള്ള ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരൊക്കെ വല്ലാതെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കടന്നോളി എന്ന് പറഞ്ഞൊരു കയർ കൊണ്ടുണ്ടാക്കിയ ഒരു ചൂടിക്കയറിന്റെ കട്ടിൽ കാണിച്ചു കൊടുത്തു. അവിടുത്തെ ഒരു VIP കട്ടിൽ അതേ ഉള്ളൂ, നിങ്ങളിവിടെ കടന്നോളി എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ കടന്നിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, ഇത്രയും വലിയ ത്യാഗം ഞാനല്ലാതെ മറ്റാരെങ്കിലും ഇപ്പം ഈ കാലത്ത് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചു പോയി. അപ്പം എനിക്ക് ചെറിയൊരു അഹങ്കാരം തോന്നിത്തുടങ്ങി. ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലോ എന്നൊരു തോന്നൽ. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന നാട്ടിലൊക്കെ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കൂലി കിട്ടുന്ന സംഗതിയാണത്, ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മളൊരു സമ്മേളനമോ ഒരു വലിയൊരു സംഭവമോ കഴിഞ്ഞാൽ ഞങ്ങളാണത് വിജയിപ്പിച്ചത്, ഞങ്ങളത് ചെയ്തു, വാവ്, ഞങ്ങൾ, ആ ചിന്തയൊന്നും വരരുതെന്ന. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു ഇത് കബൂലാക്കട്ടെ. നമ്മൾ ആ നോക്കുന്ന എത്ര ആൾക്കാർ വന്നു, എത്ര ചെയറിട്ടു, എത്ര തേഞ്ഞില്ല, ഇതേ നമ്മൾ പറയും. അതല്ല, അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ആൾ കുറഞ്ഞാലും കൂടിയാലും നമ്മൾ അധ്വാനിച്ചതൊക്കെ അള്ളാഹുവിന് വേണ്ടിയല്ലേ, അള്ളാഹു സ്വീകരിച്ചാലും മതിയായിരുന്നു. നമ്മൾ അങ്ങനെ പറയാം. നമ്മൾ ചിന്തിക്കുന്ന ഒരു മെയിൻ സ്ട്രീം പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ വരണം, നമ്മുടെ ഉദ്ഘാടനത്തിന്റെ സെഷൻ കാണണം, നമ്മൾ ആളുകൾ ഇരിക്കുന്നത് കാണും. ഇതൊക്കെ വലിയ ഡേഞ്ചറാണ്, വലിയ അപകടമാണ്. നമ്മുടെ വലിയൊരു അമൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയേക്കും. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പരിപാടിക്ക് വിജയിച്ചു, അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് കബൂലാക്കി തരട്ടെ, നാളെ അതിനൊക്കെ കയ്യിൽ കൂലി തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇദ്ദേഹം അവിടെ ചെന്നിങ്ങനെ കടന്നിട്ട് ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ. അപ്പൊ ഒരുപാട് സ്ത്രീകൾ ആ വഴിക്ക് വെള്ളവുമായി വരുന്നുണ്ട്, ആഫ്രിക്കക്കാരായ. അതിൽ കറുത്തവർഗക്കാരായ പെണ്ണുങ്ങൾക്കിടയിൽ വെളുത്ത ഒരു സ്ത്രീയെ കണ്ടു. ഒരു 30 വയസ്സ് പ്രായം തോന്നുന്നു. അപ്പോ ഞാനിങ്ങനെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, അല്ല, ഇതിലെന്താ ഒരാൾ മാത്രം ഇങ്ങനെ നിറവ്യത്യാസമുള്ള ആൾ? അപ്പൊ പറഞ്ഞു, അവര് നോർവേയിൽ നിന്ന് വന്നതാണ്. അവര് ഒരു ക്രിസ്തീയ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവർ. എത്ര വർഷമായി ചോദിച്ചു. ഇവിടെ വന്നിട്ട് ഇപ്പൊ 5 വർഷമായി എന്ന് പറഞ്ഞു. ഈ ക്യാമ്പിൽ ഇവിടുത്തെ ആളുകൾക്ക് അവരെ പോലെ തന്നെ വെള്ളം ചുമന്നു കൊണ്ടുവരുന്നു, അവരെ പോലെ തന്നെ വളരെ ഉണങ്ങിയ റൊട്ടി തിന്ന് കഷ്ടപ്പാട് സഹിച്ച്, വെള്ളം പോലും ശുദ്ധമല്ല, ഫിൽറ്റർ ചെയ്യാത്ത വെള്ളമാണ്, അത് കുടിച്ച് സ്വന്തം നാട്ടിൽ വളരെ അഭിമാനത്തോടുകൂടെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുമായിരുന്ന ഈ പെണ്ണ് ക്രിസ്തീയ ആശയം ശരിയാണെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ഇവർക്ക് ക്രിസ്തീയ ആശയം പഠിപ്പിക്കാൻ വേണ്ടി 5 കൊല്ലം മുമ്പ് ക്യാമ്പ് ചെയ്തതാണ്. പറഞ്ഞു, റബ്ബേ, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ബാത്തിലുള്ള ഒരു വിഭാഗമാണ്
അവരുടെ പക്ഷം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അതിലേക്ക് ആളെ ക്ഷണിക്കാൻ വേണ്ടി 5 കൊല്ലം ഈ ചെറുപ്പക്കാരിയായ പെണ്ണ് ഇനി ഇവിടുന്ന് പോകുമ്പോൾ അവളുടെ സർവ്വ ഗ്ലാമറും അവളുടെ എല്ലാ ഗുഡ് ലുക്ക് എല്ലാം പോകും. ക്ഷീണിച്ച് വരണ്ട് അവശയായിട്ട് ഇവിടുന്ന് തിരിച്ചു പോവുക. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? സ്വന്തം മതത്തിലേക്ക് ആളെ ചേർക്കാൻ. നമ്മുടെ കയ്യിൽ സത്യമാ കിടക്കുന്ന ഏത് ബുദ്ധിമാനിക്കും സാധാരണക്കാരനും പണ്ഡിതനും മനസ്സിലാകത്തക്ക വിധം അങ്ങേയറ്റം ലോജിക്കുള്ള, അങ്ങേയറ്റം യുക്തിഭദ്രമായ, എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ മഹാത്ഭുതങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ സരളമായ അള്ളാഹുവിന്റെ ദീൻ. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത്രയൊന്നും ത്യാഗം നമ്മൾ സഹിക്കണില്ലല്ലോ. അതാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് ആ തോന്നിയ അഹങ്കാരം വേണ്ടായിരുന്നു. ഇവിടെ പുറത്ത് അതിലും വലിയ ത്യാഗം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ദീനിന് വേണ്ടി ജോലി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരൽപ്പനേരം മറ്റുള്ള ആളുകളുമായി നല്ല നല്ല സംഭാഷണങ്ങൾ, ഇതൊക്കെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ വലിയ അമലുകളാണ്. അല്ലാഹു തആല നമുക്കത് വലിയ അമലുകളാക്കി മാറ്റി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സഹോദരി, മുസ്ലിമത്തായ പെണ്ണ്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മനസ്സിൽ വെച്ച ചിന്ത, അള്ളാഹുവേ എന്നെ കൊണ്ട് ഒരു പെണ്ണെങ്കിലും നന്നാവേണമേ എന്നാണ്. അങ്ങനെ ഒരു ചിന്തയിലാണ് ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തൻ്റെ സഹോദരിയായ ഒരു കൂട്ടുകാരിയെ കണ്ടപ്പോ പള്ളിയിലേക്ക് പോവാൻ ആ പെണ്ണ് മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ ആ പെണ്ണിനോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. എങ്ങോട്ടാന്ന് ചോദിച്ചു. സ്വർഗത്തിലേക്ക്. അത് എവിടെയാണ്? ഐന ഹിയൽ ജന്ന, എവിടെയാണ് സ്വർഗം എന്ന് ചോദിച്ചു. നടന്നത് യൂറോപ്യൻ രാജ്യത്താണ്. അപ്പൊ പറഞ്ഞു, ഇതാ ഈ പള്ളിയിലേക്ക് വാ, അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വാ, എൻ്റെ കൂടെ ഈ സെന്ററിലേക്ക് വാ. ഞാൻ അവളെ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അവൾ അബായ ധരിക്കാതെ ഇങ്ങനെ നടന്നപ്പോൾ കൂടുതലുള്ള ആളുകളൊക്കെ നോക്കാൻ തുടങ്ങി. കുറെ ആളുകളൊക്കെ ഇങ്ങനെ കണ്ണുവെച്ച് നോക്കി. അവളോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ധരിക്കാൻ പറ്റുന്ന മാന്യമായൊരു വസ്ത്രം ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ അവൾക്കൊരു അബായ വാങ്ങിച്ചു കൊടുത്തു. അവിടെ ദീനിനെ സംബന്ധിച്ചുള്ള ക്ലാസ് നടക്കുന്നുണ്ട്. അവൾ അവിടെ ഇരുന്നു. അത് സാഗൂതം കേട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ കരയാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, എന്തു പറ്റി? എനിക്കെന്തോ കുറ്റബോധം തോന്നുന്നു. ഞാൻ അറിയാതിരുന്ന ഒരുപാട് സത്യം എനിക്കിവിടെ അറിയാൻ പറ്റിയല്ലോ. ദീനെ സംബന്ധിച്ചുള്ളൊരു ക്ലാസ്സാണ് ഇവർ കേൾക്കുന്നത്, ഒരു ദഅവത്താണ് ഇവിടെ നടന്നത്. ആ പെണ്ണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ അബായങ്ങൾ അഴിച്ചു തന്നേക്ക്. ഉണ്ടല്ലോ, നമ്മൾ പള്ളിയിലൊക്കെ ഇവിടെ വിസിറ്റേഴ്സൊക്കെ കയറുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ധരിക്കാനുള്ള അബായ കൊടുക്കുന്നുണ്ട്. കഴിയും ഇറങ്ങുമ്പോൾ അവർ അത് ഊരി കൊടുത്തിട്ട് പോരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ദഅവത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ചില പള്ളികളൊക്കെ ലണ്ടനിൽ അങ്ങനെ ചില പള്ളികൾ വിസിറ്റേഴ്സിന് അനുവദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അബുദാബിയിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെയുള്ള സംഗതിയാണ്. അപ്പോൾ ദീൻ പഠിക്കാനുള്ള ഒരു അവസരം മറ്റുള്ള ആളുകൾക്ക് നൽകുകയാണ് എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ചില ആളുകളെങ്കിലും അത് ശരിയാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നത്. ദുബൈയിലുണ്ട്. ദുബൈയിലെ ജുമൈറ പള്ളി എങ്ങനെയാണ്, വിസിറ്റേഴ്സിന് തുറന്നു കൊടുക്കുന്നുണ്ട്. പല ആളുകളും വന്ന് കണ്ട് ദീൻ പഠിച്ചു പോകുന്നു. മലേഷ്യയിലെ കൊലാലംപൂരിലെ നഗേര മോസ്ക്, അവിടെ പോയവർക്കറിയാം, അവിടെ ദഅവത്ത് ചെയ്യുന്ന സ്ഥലമാണ്. പല ആളുകളും വരും. ഒരുപാട് ആളുകൾക്ക് ദീൻ പഠിക്കാനുള്ള സമയവും സന്ദർഭവും ക്ലാസ്സുകളൊക്കെ അവിടെ കൊടുക്കുകയും ചെയ്യും. ഈസ്റ്റ് ലണ്ടനിലെ പള്ളി അങ്ങനെയാണ്. ഏതായിരുന്നാലും ആ പെണ്ണ് പറഞ്ഞു, ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, നീ എടുത്തോ, എനിക്കിത് അണിയണമെന്ന് തോന്നുന്നു, ഇതെനിക്ക് എന്തോ ഒരു വളരെ കംഫർട്ടബിളായി തോന്നുന്നു, ഞാൻ ഈ വസ്ത്രം അണിയാം. അവൾ സ്കാർഫ് ധരിച്ചു, ആ നല്ല വസ്ത്രം ധരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇനി ഞാൻ ഇത് ഊരി വെക്കില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവളുടെ കൺമുമ്പിൽ നിന്ന് ആ സെന്ററിൽ നിന്ന് പുറത്തിറങ്ങി നേരെ റോഡ് മുറിച്ചു കടന്നതേ ഉള്ളൂ. ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചു. ആ പെണ്ണ് അവിടെ തന്നെ മരിച്ചു. ഈ പെണ്ണ് പറയാൻ, ആ പെണ്ണ് പോകുന്നതിൻ്റെ സ്വർഗത്തിലേക്കാണ്. കാരണം അള്ളാഹുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, അള്ളാഹുവിനെ എംബ്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അള്ളാഹു അവരെ സ്വീകരിച്ചു എന്നാ. നീ ഇങ്ങോട്ട് പോര് എന്ന് അള്ളാഹു വിളിച്ചു കൊണ്ടുപോയ പോലെ ഒരു നന്മയിലേക്ക് കാലെടുത്ത് വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും നന്മയാണ്. ഈ പെണ്ണിന്റെ ഒരു ചെറിയൊരു വാക്കാണ്. തന്റെ ഹുദ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണാണ് ഇത് ചെയ്തത്. അവൾ പറഞ്ഞ ഒരു ചെറിയ വാക്ക്, നീ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് വരുന്നുവോ, അതെവിടെയാണ്? ഇതാ ഇവിടെ, നീ കേൾക്ക്, ഇരുന്ന് കേൾപ്പിച്ചു കൊടുത്തതാണ്. ആ പെണ്ണ് നല്ലൊരു തീരുമാനമെടുത്തു, ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. ഉടനെ തന്നെ അവർക്ക് മരണം സംഭവിക്കുന്നു. പക്ഷേ നല്ല ഒരു നീയത്തോടുകൂടെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ളത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ആ സഹോദരിക്കും അവർക്ക് ദഅവത്ത് ചെയ്ത ആ സഹോദരിക്കും അള്ളാഹു തആല എല്ലാവിധ ആഖിറത്തിന്റെ പുണ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് വിശുദ്ധരായ നമ്മുടെ ആധുനികരായ ദഅവത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ ആ വിഷയം രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. ഈ പെണ്ണ് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ
സിൻഫാനി മിൻ അഹ്ലിന്നാർ. ഈ പെണ്ണൊരു മുസ്ലിം ആയിരുന്നു, മുസ്ലിമത്ത, ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണ്, പക്ഷേ ഹിജാബ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ നടന്നിരുന്ന പെണ്ണുങ്ങളാണ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, മുസ്ലിമീങ്ങളാണ്, നല്ല സ്വഭാവക്കാരാ, പക്ഷേ ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ ശരീരം മറക്കണം, അച്ചടക്കമുള്ള വസ്ത്രം, ഇതൊന്നും അവർക്ക് അറിയില്ല. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. അവർ ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഹദീസിലേക്കാണ് അവർ പോകുന്നത്. സിംഫാനി മിൻ അഹ്ലിന്നാർ, എന്റെ ഉമ്മത്തിലെ 2 വിഭാഗം ആളുകൾ നരകത്തിലാണ്. ലം അറഹുമ, ഞാൻ അവരെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം റിജാലുൻ മഅഹും സിയാസുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, ചില ആളുകൾ അവരുടെ കയ്യിൽ ചാട്ടവാറുകളുണ്ട്, ജനങ്ങളെ അടിക്കുന്നവർ. ചില നിയമപാലകന്മാരെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നാണ്, ജനങ്ങളെ അടിക്കുന്ന നിയമപാലകന്മാർ. അത്തരക്കാരായ ആളുകൾ എന്റെ കാലശേഷം വരാൻ പോകുന്നു, അവർ നരകത്തിലാണ്. പിന്നെ പറഞ്ഞു വനിസാഉൻ, ചില പെണ്ണുങ്ങൾ കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് വസ്ത്രമില്ല. മാഇലാത്തുൻ മുമീലാത്തുൻ, പുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാവാൻ വേണ്ടി വസ്ത്രധാരണം ചെയ്യുന്നവരാണ്. മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്നത് എന്തിനാണ്? സ്വന്തം ഭർത്താവിന് വേണ്ടി അല്ല അധികം ആളുകളും ചെയ്യുന്നത്. എന്തിനാ? പുറത്തു പോകുമ്പോൾ, ഒരു പാർട്ടിക്ക് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, സദ്യക്ക് ആർക്ക്? നാട്ടുകാർ കാണിച്ചു കൊടുക്കാൻ. മാഇലാത്തുൻ മുമീലാത്തുൻ, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കണം എന്ന ചിന്തയിൽ നടക്കുന്ന പെണ്ണുങ്ങൾ. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലമുടി കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ഒട്ടകത്തിന്റെ ഉയർന്ന പൂഞ്ഞ പോലെ, ഒട്ടകം നടക്കുമ്പോൾ ആ പൂഞ്ഞ ആടുന്ന പോലെ തലമുടി മേലോട്ട് കെട്ടിവെച്ച് ആ മുടി ഇങ്ങനെ ആടുന്നുണ്ടാകും നടക്കുമ്പോൾ. ഹൈ ഹീല് ചെരുപ്പും കൂടിയാണെങ്കിൽ പറയാനുമില്ല. മുടി മേലോട്ട് വെച്ച്, മേലോട്ട് കെട്ടിവെച്ച്, അതിന് ചില പാത്രങ്ങളൊക്കെ വെക്കണമെന്നാണ് കേട്ടത്, ഒന്ന് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ അവരുടെ സ്കാഫൊക്കെ പിടിച്ച് കെട്ടുകയാണ്. മുടി മേലോട്ട് വെക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഒരു ദുസ്വഭാവമാണ്. അന്ത്യനാളിൻ്റെ എല്ലാ അടയാളങ്ങളും ദുസ്വഭാവങ്ങളാണെന്നല്ല, ഇത്തരം ചില വിഷയങ്ങൾ അതിൽപ്പെട്ടതാണ്. അങ്ങനെ അവർ ചെയ്യും. എന്നിട്ട് നടക്കുമ്പോൾ പൂഞ്ഞയാടുന്ന പോലെ തലങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവർ നടക്കുമ്പോൾ ഈ മുടിക്കെട്ടിങ്ങനെ ആടും. അങ്ങനെ മുടി വെച്ച് നടന്ന്, വസ്ത്രമുണ്ട് എന്നാൽ അവർക്ക് വസ്ത്രമില്ല. വസ്ത്രം ധരിച്ചിരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. എല്ലാം മറക്കണം എന്ന് പറഞ്ഞ പുരുഷന്മാർ എല്ലാം മറച്ചിട്ട് നല്ല ഡീസൻ്റാണ്. വെസ്റ്റേൺ സംസ്കാരം നോക്കൂ, പുരുഷന്മാർ ടൈ വരെ വെച്ചിട്ട് കഴുത്തിന്റെ ഉള്ളുവരെ കാണൂല. അങ്ങനത്തെ ഡീസൻ്റ് പെണ്ണുങ്ങൾ. അങ്ങനെ എന്താ അവസ്ഥ? എല്ലാം മറക്കേണ്ടവരെ മറക്കണില്ല. ഔറത്തിന്റെ വിഷയത്തിൽ മിനിമം ഔറത്തുള്ള ആളുകൾ സർവം മറച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇത് വല്ലാത്തൊരു പാരഡോക്സാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കണ്ടില്ല എന്നാൽ അന്ത്യനാളിന്റെ മുമ്പ് വരും. അവർക്ക് വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല എന്ന് പറയുന്നതാണ് നല്ലത്. അവർ അന്യ ആളുകളെ ആകർഷിക്കാനും അട്രാക്ട് ചെയ്യാനും വേണ്ടി വസ്ത്രദാനം ചെയ്യുന്നവരാണ്. അവർ അന്യരിലേക്ക് വളരെ കൂളായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നവരാണ്. അവരുടെ തലമുടിയുടെ സ്റ്റൈൽ ഇന്നതാണ്. അങ്ങനത്തെ പെണ്ണുങ്ങൾ നരകത്തിലാണ്. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗം കാണുകയില്ലെന്നും വഇന്ന റീഹഹാ ലതഫൂഹു മിൻ മസീറതി കദാ വകദാ, ഇന്നാലിന്ന ദൂരത്ത് നിന്ന് ഈ സ്വർഗ്ഗത്തിന്റെ പരിമളം വീശിക്കൊണ്ടിരിക്കും, എന്നാൽ പോലും അത് മണക്കാൻ പോലും അവർക്ക് അല്ലാഹു അവസരം കൊടുക്കില്ലെന്നും, ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷെ അന്ത്യനാളിന്റെ മുമ്പ് അവർ വരും എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഈ മരിച്ചുപോയ പെണ്ണ് പെടുമായിരുന്നു അല്ലേ? അവരുടെ വസ്ത്രധാരണം അങ്ങനെയായിരുന്നു. അള്ളാഹു ആ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് അച്ചടക്കമുള്ള ഒരു വസ്ത്രധാനത്തിലേക്ക് ഒരു പെണ്ണിന്റെ ദഅവത്ത് കൊണ്ട് അവർക്ക് വഴിയുണ്ടായത്. അത് വലിയൊരു തൗഫീഖാണ്. അതിന്റെ കൂലി അവർക്കുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചാൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ നമ്മുടെ സംസ്കാരത്തിലേക്ക്, ദീനിലേക്ക് കടന്നു വന്നാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ ലോകം കിട്ടുന്നതിനേക്കാളും മുഴുവനുമാണ്, ഇതിനേക്കാളൊക്കെ അപ്പുറമാണ് അതിനുള്ള അള്ളാഹു നൽകുന്ന കൂലി. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സമയമായി. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തിന്റെ വിശദീകരണങ്ങൾ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസ എന്ന് പറയുന്ന ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. 7-8 ആയത്തുകൾ. അതിന്റെ തുടർച്ചയും അടുത്ത ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഇവിടെ ചിന്തിക്കുന്നതും ഇരിക്കുന്നതുമെല്ലാം
അള്ളാഹു സ്വീകരിച്ചു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മരണപ്പെട്ട അബ്ദുള്ള എന്താണ് വന്മേരിക്കണ്ടി അല്ലേ, തിരുവള്ളൂർ, അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. പിന്നെ ഷിഹാബി എന്നൊരു സഹോദരൻ കടബാധ്യത കൊണ്ട് വീട് വിൽക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. അള്ളാഹു തആല ആ സഹോദരന്റെ കടബാധ്യത വിഷമം അള്ളാഹു തആല വളരെ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് കടമുള്ള ആളുകളൊക്കെ കടം വിടാനുള്ള ദുആ എന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് മനസ്സറിഞ്ഞ് ചൊല്ലുക. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. അതും കടം വിടാനുള്ള ദുആയാണ്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, ഹലാല് കൊണ്ട് ഐശ്വര്യം താ റബ്ബേ, എനിക്ക് ഹറാമു വേണ്ട. വബിത്വാഅതിക അൻ മഅസിയതിക, നിനക്ക് തെറ്റ് ചെയ്യുന്ന അവസ്ഥകൾ വരാതെ നിനക്ക് അനുസരണമുള്ള അവസ്ഥകൾ തരണേ. വബിഫദ്ലിക അമ്മൻ സിവാക്, നീ എനിക്ക് ഔദാര്യം താ റബ്ബേ, മനുഷ്യന്മാരെന്ന് എനിക്കത് വേണ്ട, നീ അതിന്റെ വഴി താ. ആളുകളോട് ചോദിക്കേണ്ട ഒരവസ്ഥ, ആളുകളോട് യാചിക്കേണ്ട ഒരവസ്ഥ വരുത്താതിരിക്കണേ എന്ന് ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹു തആല കടം വീടിയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലും ഈ ദുആക്ക് ചൊല്ലിയതിന്റെ കൂലി നാളെ അള്ളാഹു തരുമ്പോഴേ, അള്ളാഹുവേ എൻ്റെ ഒരു ബുദ്ധിമുട്ടും നീ നീക്കി തന്നില്ല എങ്കിലും ഇങ്ങനെയൊക്കെ ദുആഇന്റെ കൂലി എനിക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇത് മതിയായിരുന്നു എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുമെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മുടെ ശിഹാബ് എന്ന ആ സഹോദരന്റെ അവരുടെ കടബാധ്യത, നമ്മൾ ഓരോരുത്തരുടെയും വിഷമങ്ങൾ, കച്ചവടത്തിലും മറ്റൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ ഒക്കെ പ്രയാസങ്ങൾ റബ്ബ് നീക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.